എല്ലാവർക്കും പ്രിയപ്പെട്ട ഭക്ഷണമാണ് സമോസ. പക്ഷേ സമോസയുടെ ചരിത്രം തുടങ്ങുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. സമോസയുടെ യാത്ര തുടങ്ങുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മിഡിൽ ഈസ്റ്റിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സാംബുസക് അഥവാ സാൻബോസാക് എന്നറിയപ്പെടുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഇത് ഇറച്ചി, നട്ട്സ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ നിറച്ചതായിരുന്നു. 10-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ സാഹിത്യത്തിൽ വരെ ഈ വിഭവത്തെപ്പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. സാധാരണക്കാർ മുതൽ കൊട്ടാരങ്ങളിൽ വരെ പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു ഇത്. പേർഷ്യൻ വ്യാപാരികളും മംഗോളിയൻ അധിനിവേശക്കാരുമാണ് ഇതിനെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. 14-ാം നൂറ്റാണ്ടോടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി. ഇന്ത്യയിലെ പാചകക്കാർ സമോസയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി. ഇറച്ചിക്ക് പകരം ഉരുളക്കിഴങ്ങ്, പയർ, മസാലകൾ ചേർത്ത് പുതിയ രൂപത്തിലാക്കി. അതോടെ സമോസ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി. സമോസയെ ഇന്ത്യൻ കുടിയേറ്റക്കാർ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ സാംബൂസ എന്ന പേരിൽ പ്രശസ്തമായി. പോർച്ചുഗലിലും ചാമൂസ എന്ന പേരിൽ സമാനമായ വിഭവമുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് സമോസ ഉണ്ടാക്കുന്നത്. ഇന്ന് സമോസ പുതിയ രൂപങ്ങളിൽ കണ്ടുവരുന്നു. ചീസ് സമോസയിൽ തുടങ്ങി ചോക്ലേറ്റ് സമോസ വരെയുള്ള പരീക്ഷണങ്ങളിൽ എത്തി നിൽക്കുന്നു. പല രൂപത്തിലാണെങ്കിലും ഒരേ രുചി നൽകുന്ന സമോസയെപ്പോലെ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടെങ്കിലും പരസ്പരം സ്നേഹം നിറയ്ക്കാൻ നമുക്ക് കഴിയട്ടെ.